ഈ ഡ്രസ്സ് ശരിയായില്ലേ? ആശുപത്രി കിടന്ന് ഞാൻ കുറെ അനുഭവിച്ച് മരമായിരിക്കുന്ന കേട്ട് നോക്കാൻ ഡോക്ടർമാരില്ലാതെ 1-2 മണിക്കൂർ ആശുപത്രി കിടന്നു. ഇന്ന് ഞങ്ങളൊരു റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി 37 വീക്സ് കഴിഞ്ഞിട്ടുണ്ട്. 38 വീക്ക് ആവാറായി. ഇന്ന് NSG ചെക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റിൽ ഒരു ചെറിയൊരു അബ്നോർമാലിറ്റി കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യായിരുന്നു. ഓരോ 2 മണിക്കൂർ ഇടവിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുശേഷം പിന്നീട് വേറെ അബ്നോർമാലിറ്റി ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. പ്രസവിക്കാൻ പോകുന്നതിന് മുന്നത്തെ ട്രയൽ ഞങ്ങളുടെ കുഞ്ഞമ്മയ്ക്ക് ട്രയൽ വേണം. കാശ് കൊടുത്തുള്ള ട്രയൽ. ഉച്ചയ്ക്കുള്ള മീൽസ് നന്നായിട്ടുണ്ട്. പോയതിൻ്റെ എൻ്റെ സന്തോഷപ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് ചോദ്യം ചോദിക്കാൻ പോയാണ്. അപ്പോൾ ഒരു നഴ്സ് വന്ന് നിന്നെ വിസിറ്റ് ചെയ്ത് നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി. അപ്പോൾ അതിൽ നിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? 100-150. എന്തുകൊണ്ടാണ്? കാരണം 3 വർഷം മുമ്പ് ഒരു ആശുപത്രി കിടന്ന് ഞാൻ കുറെ അനുഭവിച്ച് ഇപ്പം എന്താ മരമായിരിക്കുന്ന കേട്ട് നോക്കാൻ ഡോക്ടർമാരില്ലാതെ 1-2 മണിക്കൂർ ആശുപത്രി കിടന്നു. ഇപ്പം ഇത് മാലാഖയാണ്. ഇത് മാലാഖ. അന്ന് കണ്ടതോ? അയ്യോ, ഡ്രാക്കുളയെന്ന് പോലും പറയാൻ പറ്റില്ല. വേറെ വല്ല പേരും കണ്ടുപിടിക്കും. കുഴപ്പമില്ലായിരുന്നു. ഡ്രാക്കുളെന്നൊന്നും വിളിക്കണ്ട. പക്ഷെ എന്നാലും കുറച്ച് മനുഷ്യപ്പെട്ടാവായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പം സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. ഈ ഡ്രസ്സ് ശരിയായില്ലേ? ഏത് കളർ വേണം? പിങ്ക് കളർ. ഹോസ്പിറ്റലിൽ കിടക്കാൻ നഴ്സുമാർക്ക് കൊടുക്കും പിങ്ക്. നിനക്ക് തരില്ല. നിനക്ക് പറ്റുമെങ്കിൽ നല്ല ബ്ലൂ തരും, ഡാർക്ക് ബ്ലൂ. ഇത് കൊള്ളൂരും മാനസിക രോഗികളൊക്കെ. ഓക്കെ, കൂടെ പാക്കേജിലുണ്ടായിരുന്ന 2 സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. അതെ, ഈ പാക്കേജ് ഇവിടെ കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ പാക്കേജിലൂടെ ഒരു പാക്കേജ് കിടക്കും. അതിനകത്ത് നമുക്ക് ഓരോ സമയത്തും ഫുഡുണ്ട്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഇതിനകത്ത് സാൻഡ്വിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത്, അപ്പോൾ ആ എക്സ്ട്രാ ഉള്ളതിന് എക്സ്ട്രാ പൈസ വരും. ഷുഗർ. പറ്റിച്ച് സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലും വേഗം ട്രെയിനിൽ നിന്ന് കിട്ടുന്ന സാൻഡ്വിച്ചാണ്. ഇതിലും വേഗം ഇന്ത്യൻ റെയിൽവേയാണ്. ഉണക്ക ബ്രെഡും 2 ഉണക്ക വെള്ളം. എനിക്കാണ് കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതാ. നല്ല ഗൈസ്, പറ്റിച്ച് ഗൈസ്. സാൻഡ്വിച്ച് പോരാ ഗൈസ്. ഇവിടെ നേരെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്യുന്നത് ഗൈസ്. ഇത് തന്നെ സാൻഡ്വിച്ച്. പക്ഷേ ട്രെയിനിലെ സാൻഡ്വിച്ച്, ട്രെയിനിൽ കിട്ടുന്ന സാൻഡ്വിച്ചിനകത്ത് എന്തോ സംഭവം തേച്ചിട്ടുണ്ട്, മസാല തേച്ചിട്ടുണ്ട്. ഇതിലതും ഇല്ല. അല്ല, സാധാരണ വെളിയിൽ ബേക്കറിയിൽ നിന്ന് സാൻഡ്വിച്ച് അല്ലാതെ കുറച്ച് ബൾക്കി ആയിട്ടുള്ള സാൻഡ്വിച്ച് കിട്ടും. എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ വയറ് വരുന്ന കൂടുതലായിരിക്കും. ഇത് ലേബർ റൂമിനകത്ത് തന്നെയുള്ളൊരു സ്പേസാണ്. ഇവിടെ ലേബർ പെയിൻ വരാത്തവർക്ക് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജിം ബോള്, യോഗ മാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരുപാട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന് കുട്ടിയൊക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടീനെ കാണാനുള്ളൊരു ത്വരത കൂടുന്നുണ്ട്. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പെയിൻ വന്നിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട്.
മനസ്സിലായെന്ന് തോന്നുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഡ്രസ്സാണ്. അതിൻ്റെ കൂടെ ഒരു കിംസിൻ്റെ സിമ്പിളൊക്കെ ഉള്ളൊരു സോപ്പുണ്ട്. ഇതായി കാണുന്ന സ്റ്റാൻഡിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പ്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവയ്ക്കാനുള്ളതാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ അടുത്ത് തന്നെ ഉണ്ട്, ഫിൽറ്റർ കം കൂളർ. ഈ ഒരു സ്പേസ് നല്ല വൈബുള്ളൊരു സ്പേസാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാം. ഞങ്ങൾ ഇന്നലെ തന്നെ ഡെലിവറി നടക്കുമെന്ന് വിചാരിച്ച് മാക്സിമം ചിത്തിര വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണ്. അതുപോലെ തന്നെ ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും മറ്റും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചു. എനിക്ക് വാഴത്തിരണ്ട് ഭർത്താവ് എൻ്റെ മുഖത്ത് കാണിക്കത്തില്ല. എനിക്ക് ഭാരതത്തിലെ ഭർത്താവ് എന്നെ കൊണ്ട് വായിക്കുന്നത്. ഇന്നലെ ഞാൻ വായി കൊടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ആശം വീഡിയോ നന്നായിട്ട് കുഴച്ച് കലക്കി കൊടുക്കണം പോലെ. സാമ്പാർ ഇഡ്ഡലി സാമ്പാറും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണും അടിപൊളിയാണ്. സാൻഡ്വിച്ച് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് ചിക്കൻ വേണം. അത് കിട്ടാത്തതിൻ്റെ നിരാശയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവ വരുന്നില്ല, വീട്ടിൽ പോകാൻ പറയും. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്.